നമസ്കാരം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡാണ് തൈറോയിഡ്. നിങ്ങൾക്കറിയാം, കഴുത്തിൻ്റെ ഇവിടെയായിട്ട് ഇവിടെ ആദംസ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, ആണുങ്ങളിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാർട്ടിലേജ്, അതിൻ്റെ അടുത്തായിട്ട് കാണുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ്. തൈറോയിഡിന് പക്ഷേ നമ്മുടെ ശരീരത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. തൈറോയ്ഡ് പ്രധാനമായിട്ടും 3 ഹോർമോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. T3 ട്രൈ അയഡോതൈറോണിൻ, T4 ടെട്രാ അയഡോതൈറോണിൻ ഓർ തൈറോക്സിൻ, പിന്നെ ഇത് കൂടാതെ വേറൊരു ഹോർമോൺ കൂടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാൽസിറ്റോണിൻ. ഇതിൽ T3യുടെയും T4ൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള അബ്സോർബ്ഡ് ആയിട്ടുള്ള ഫുഡ് അത് സെല്ലുകളിലെത്തുമ്പോൾ നമുക്കറിയാം അത് വിഘടിച്ച് അതിൻ്റെ മെറ്റബോളിസം സംഭവിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ബേസിക് മെറ്റബോളിസത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസാണ് T3യും T4ഉം. പിന്നെ കാൽസിറ്റോണിനാണെങ്കിൽ ഒരു പ്രധാന ഫങ്ഷനുണ്ട്. അതായത് എപ്പോഴൊക്കെ ബ്ലഡിലെ കാൽസ്യം കൂടുതലാകുന്നു, അപ്പോൾ ബ്ലഡിലെ കാൽസ്യം കൂടുതലായാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവാം. കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവാം, കിഡ്നി ഫെയിലർ ഉണ്ടാവാം, ഹാർട്ട് ഫെയിലർ ഉണ്ടാവാം. എന്ത് ചെയ്യും ഈ കാൽസിറ്റോണിൻ എക്സ്ട്രാ കാൽസ്യത്തിനെ മൊബിലൈസ് ചെയ്ത് ബോണുകളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ ചില ഓസ്റ്റിയോപൊറോസിസ് കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ബോൺ അരിപ്പ പോലെയാകുന്ന ഒരു സിസ്റ്റമിക് ഡിസീസ്. അതിന് കൊടുക്കുന്ന നെയ്സൽ സ്പ്രേ ഉണ്ട്. അതിൻ്റെ ചില മെഡിസിനുകളിൽ കാൽസിറ്റോണിൻ ഒരു കമ്പോണൻ്റാണ്. ഇനി ഇത്രയൊക്കെ പറഞ്ഞു, നമ്മുടെ തൈറോയിഡ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? തൈറോയിഡിനെ പലതരം അസുഖങ്ങൾ ബാധിക്കാറുണ്ട്. അതിലൊന്നാണ് ഹൈപ്പർ തൈറോയിഡിസം, ഡിഫ്യൂസ് ടോക്സിക് ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം. അതായത് തൈറോയ്ഡ് ഹോർമോൺ ഒത്തിരി ഉണ്ടാക്കുന്നു. തൈറോയ്ഡ് ഹോർമോൺ ഒത്തിരി ഉണ്ടായാൽ എന്താ പ്രശ്നം? അത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൂടുതലാവും. അപ്പോൾ നമുക്ക് നെഞ്ചിടിപ്പ് കൂടും, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, BP കൂടും, നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കാൻ തുടങ്ങും. അതുപോലെ എപ്പോഴും ലൂസ് മോഷനായിരിക്കും, നമ്മൾ വളരെ നെർവസും ഇറിറ്റബിളും ഒക്കെ ആയിരിക്കും. നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും, നമ്മുടെ കൈയൊക്കെ വിറയ്ക്കും. ഇങ്ങനെയുള്ള മെറ്റബോളിക് റേറ്റ് കൂടുമ്പോൾ, അതായത് എനർജി കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം ചേഞ്ചസ് വരും. മാത്രമല്ല, ഈ അസുഖത്തിൻ്റെ അൾട്ടിമേറ്റ് സ്റ്റേജിൽ ഒരു പ്രത്യേക അസുഖം ഉണ്ടാകാറുണ്ട്, എക്സോഫ്താൽമിയ അല്ലെങ്കിൽ എക്സോഫ്താൽമസ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് വെളിയിലേക്ക് തള്ളി വരും. അതിനകത്ത് ആ ബോണിൻ്റെ അകത്ത് ടിഷ്യൂ വളർന്നിട്ട് കണ്ണിനെ വെളിയിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടുവരും. അതാണ് എക്സോഫ്താൽമസ്. അതിനൊക്കെ മുൻപേ ഇങ്ങനെ ഹൈപ്പർ തൈറോയിഡിസം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെതിരായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. ഹോമിയോപ്പതിയിലും നല്ല മരുന്നുകളുണ്ട്. ഇനി ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡ് ഗ്ലാൻഡ് നേരെ പ്രവർത്തിക്കുന്നില്ല, തൈറോക്സിൻ നേരെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്താ പറ്റുക? നമ്മുടെ ശരീരത്തിലൊക്കെ ഈ ഫാറ്റും ഒക്കെ അടിഞ്ഞുകൂടും, നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം നടക്കില്ല. അതായത് ഈ അബ്സോർബ്ഡ് ഫുഡിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുകയില്ല. മെറ്റബോളിസം നടക്കാതിരിക്കുമ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൽ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും അവർക്ക് ചൂട് താങ്ങാതിരിക്കുകയും ചെയ്യുന്നത് പോലെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരാളിന് തണുപ്പ് താങ്ങാനുള്ള ശക്തി കുറവായിരിക്കും. നോക്കൂ, നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് എനർജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറ്റുക? നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള തോന്നലുണ്ടാകുകയില്ല, നിങ്ങൾക്കാകെ മടിയായിരിക്കും, നിങ്ങളുടെ ശരീരം വീർത്ത് തടിക്കും. കാരണം എനർജി ആയിട്ട് പോകുന്നില്ലല്ലോ ഫുഡ്. അപ്പോൾ അത് മാത്രമല്ല, ഈ രക്തഗ്രന്ഥികളിലൊക്കെ ഫാറ്റ് കെട്ടാനും അങ്ങനെ ഹാർട്ടിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളുടെ സ്കിന്നിലും ചില ചേഞ്ചസ് വരാം. സ്കിൻ പരിപരുത്തതാവുകയും മുടി ഒക്കെ പരിപരുത്തതാവുകയും മുടി കൊഴിച്ചിലുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ മലബന്ധം അതുണ്ടാകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്.
പിന്നെ ഇത് കൂടാതെ സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രലായിട്ടുള്ള മെൻസസുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. മെൻസസ് പീരീഡിന് വളരെയധികം ചേഞ്ചസ് ഉണ്ടാവും. ഈ ഹൈപ്പോതൈറോയിഡിസം തന്നെ സാധാരണ രീതിയിൽ കുട്ടികളിൽ വരുന്നതിനെ നമ്മൾ ക്രെട്ടിനിസം എന്നാണ് പറയുക. ക്രെട്ടിനിസം ഉള്ള കുഞ്ഞിനെ നമ്മൾ ക്രെട്ടിൻ എന്ന് പറയും. ഈ പ്രഗ്നൻസി പീരീഡിൽ അമ്മയ്ക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുഞ്ഞ് ക്രെട്ടിനായിട്ട് ജനിക്കാം. ആ കുഞ്ഞ് വളരെ പൊക്കം കുറഞ്ഞ കുഞ്ഞായിരിക്കും, ഡോർഫായിരിക്കും. പക്ഷെ അതേസമയം നല്ല വണ്ണമുള്ള കുഞ്ഞായിരിക്കും. അതിനും ഇതുപോലെ മുഖമൊക്കെ കുഞ്ഞുങ്ങളുടേതുപോലെയുള്ള സോഫ്റ്റ്നെസ് കാണില്ല, പരിപരുത്തതായിരിക്കും, മുടിയൊക്കെ പരിപരുത്തതായിരിക്കും, വളരെ ഒന്നിനും വയ്യ. സാധാരണ കുട്ടികളെപ്പോലെ കളിക്കാനോ ഒന്നും അത് പോവില്ല. അത് വല്ലാത്തൊരു സ്ലഗ്ഗിഷായിട്ട് ഒട്ടും വയ്യ എന്നുള്ള രീതിയിൽ അങ്ങ് ഒതുങ്ങിയിരിക്കും. ചെറിയ രീതിയിൽ ഒരു മെൻ്റൽ റിട്ടാർഡേഷൻ, അതായത് മാനസികമായിട്ടുള്ള വളർച്ചയിലും ഒരു കുറവുണ്ടാവാം. അതാണ് കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസം. ഇനി വലിയവരിലാണെങ്കിലോ മുതിർന്നവരിലാണെങ്കിലോ ഹൈപ്പോതൈറോയിഡിസം കൂടിക്കൂടി അത് ആദ്യത്തെ സിംറ്റംസ് എന്ന് പറയുന്നത് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല, ഒരു വയ്യായിക തോന്നുക, വളരെ ക്ഷീണം തോന്നുക, ഒപ്പം തന്നെ അവരുടെ ശരീരത്തിൽ മലബന്ധം, അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തണുപ്പൊട്ടും താങ്ങാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള പല സിംറ്റംസും കാണിക്കാം. BP കുറയുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വരാം. പിന്നീട് അവരുടെ സ്കിന്നിൽ അവിടെയായിട്ട് നീര് കെട്ടിയതുപോലെ പഫിയായി ഒരു ഉയർന്നുയർന്ന ഭാഗങ്ങൾ കാണാം. അതിനെയാണ് മിക്സ് എഡിമ എന്ന് പറയുന്നത്. മുതിർന്നവരിലുണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസത്തിനെ നമ്മൾ പറയുന്ന പേരാണ് മിക്സ് എഡിമ. അതായത് മ്യൂക്കസ് ഉണ്ടല്ലോ, നിങ്ങൾ ചുമച്ച് തുപ്പുമ്പോൾ വരുന്ന ഒരു സ്ലൈമി സാധനം, അതുപോലെയുള്ള ഒരു മ്യൂക്കസ് പോലെയുള്ള ഒരു സാധനം സ്കിന്നിൻ്റെ അടിയിൽ കെട്ടുകയും അത് കാരണമാണ് അവിടെ നീര് വെച്ചതുപോലെ തോന്നുകയും ചെയ്യുന്നത്. ഈ മിക്സഡിമ കൂടുതലാവുകയാണെങ്കിൽ അവരത് വളരെ വല്ലാത്ത രീതിയിൽ ബാധിക്കുകയും അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുകയും ചെയ്യും. അവർ വല്ലാത്ത മൂഡിലേക്ക് പോവുകയും അവരുടെ മുടി കൊഴിയുകയും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൻ്റെ ഭാരം വല്ലാതെ കൂടുകയും അവസാനം ഹാർട്ടിനെയും മറ്റും ബാധിക്കുകയും ചെയ്യും. ഡയബറ്റീസും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കുന്നത് അവിടെ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊടുക്കുന്നത്. ഇനി ഹോമിയോപ്പതിയിലാണെങ്കിൽ ഈ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഒരു വർഷങ്ങളോളം എനിക്ക് നല്ല അനുഭവമുണ്ട്. ഒരു ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻറ്റിനെ ചികിത്സിച്ച് അത് വർഷങ്ങളോളം തന്നെ ആ ചികിത്സ ആ കുട്ടിക്ക് പിന്നെ നോർമൽ തൈറോയ്ഡ് ഫങ്ഷൻ നോർമലായിരുന്നു. പ്രഗ്നൻസി പീരീഡിൽ പോലും അത് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിട്ടില്ല. അത് ജീവിക്കുന്ന ഒരു സാക്ഷിയാണ്. അങ്ങനെ എത്ര പേർ ഹോമിയോപ്പതിയിലൂടെ ഹൈപ്പോതൈറോയിഡിസത്തിന് മരുന്ന് തേടുന്നു. പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ക്യൂറാണതിൽ കിട്ടുന്നത്. അതായത് നമ്മൾ തൈറോക്സിൻ അകത്തോട്ട് കൊടുത്താൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ആ സെല്ലുകൾ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കില്ല, കാരണം വെളിയിൽ നിന്ന് കിട്ടുകയില്ലേ. പക്ഷേ ഹോമിയോപ്പതിയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആകെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആകെ മേക്കപ്പ് അനുസരിച്ചാണ് നമ്മൾ ഒരു മരുന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തൈറോയിഡിൻ്റെ ഫങ്ഷനെ അത് ബാധിക്കുകയില്ല. അത് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ചില ആഹാര സാധനങ്ങൾ നിങ്ങൾ ഹൈപ്പോതൈറോയിഡിസത്തിൽ നിങ്ങൾ മാറ്റി നിർത്തണം. ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ, അതായത് ഓട്സ്, ബാർലി, ഗോതമ്പ്, അങ്ങനെയുള്ള പറ്റുമെങ്കിൽ കുറേയൊക്കെ ഗോതമ്പ് അധികം കഴിക്കാതിരിക്കുക. പിന്നെ ബ്രക്കോളി, അതുപോലെയുള്ള കോളിഫ്ലവർ, പിന്നെ നമ്മുടെ ക്യാബേജ്, പിന്നെ കൂടുതൽ ഫൈബറുള്ള വസ്തുക്കൾ, ഇതൊക്കെ കുറേ മാറ്റി നിർത്തുക. പിന്നെ നമ്മുടെ പാക്ഡ് ഫുഡ് ഉണ്ടല്ലോ, ജങ്ക് ഫുഡ്, അത് മാറ്റി നിർത്തുക. മധുരം കുറയ്ക്കുക. അത് ഹൈപ്പർ തൈറോയിഡിസത്തിനും ഹൈപ്പോതൈറോയിഡിസത്തിനും ഇതുപോലെ തന്നെയുള്ള ഈ സ്വീറ്റ്, മധുരം കുറയ്ക്കുക, പഞ്ചസാര അവോയ്ഡ് ചെയ്യുക. പിന്നെ വേണ്ടത്ര എക്സസൈസ് ചെയ്യുക. ഇങ്ങനെ വളരെ പല രീതിയിലും നമുക്ക് തൈറോയിഡിൻ്റെ അസുഖങ്ങളെ മാറ്റി നിർത്താൻ പറ്റും. ഇനി തൈറോയിഡൈറ്റിസ്, നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ?
നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയയോ വൈറസോ കടക്കുന്നതിനെ നമ്മുടെ ശരീരം പ്രതിരോധിക്കുന്നതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവിടെ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ ഉണ്ടാക്കുകയും അവയെ പ്രതിരോധിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ശരീരം തന്നെ അതിൻ്റെ ടിഷ്യൂസിനെ, അതിൻ്റെ കോശങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ അവയവത്തെ ഒരു ഫോറിൻ ഓർഗാനിസം എന്ന് കരുതി അല്ലെങ്കിൽ എന്ന കോൺസെപ്റ്റിൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുക. അപ്പോൾ എന്നിട്ട് ആ അവയവത്തെ അത് നശിപ്പിക്കുക. ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ്. ഫാമിലികളിലാണ് അത് കാണുന്നത്. കൂടുതലും സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. ഇതിലാദ്യം ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം വരാം. അത് കഴിഞ്ഞിട്ട് ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് പോകാം. പിന്നെ ഉണ്ട് ബാക്ടീരിയൽ തൈറോയിഡൈറ്റിസ്, പിന്നെ സബ്അക്യൂട്ട് തൈറോയിഡൈറ്റിസ് ഓർ ഗ്രാനുലോമാറ്റസ് തൈറോയിഡൈറ്റിസ്. അത് വൈറസ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. അതിന് വേണ്ട ചികിത്സ നൽകുക. ഇതിലും ഹോമിയോപ്പതിയിൽ നല്ല മരുന്നുകളുണ്ട്. ഈ വൈറൽ തൈറോയിഡൈറ്റിസിന് ആൻറ്റി വൈറൽ മെഡിസിൻസിനേക്കാൾ നല്ല മെഡിസിൻസ് കഴിച്ചിട്ട് ഈ സബ്അക്യൂട്ട് തൈറോയിഡൈറ്റിസ് ഓർ ഗ്രാനുലോമാറ്റസ് തൈറോയിഡൈറ്റിസ് നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും. ഇനി തൈറോയിഡിനെ ക്യാൻസർ ബാധിക്കുന്നുണ്ട്. അതിന് വേണ്ട ചികിത്സ ആധുനിക ശാസ്ത്രത്തിലേക്ക് തന്നെ പോവുക. അവിടെ നിങ്ങൾ ആയുർവേദമോ ഹോമിയോ നിങ്ങൾ നോക്കി നിൽക്കരുത്, മറ്റ് നാച്ചുറലോപ്പതിയോ ഒന്നും നോക്കി നിൽക്കരുത്. നേരെ ഒരു ഓങ്കോളജിസ്റ്റിനെ കാണുക. അവരെ കണ്ട് ബയോപ്സി എടുത്തതിന് ശേഷം നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് തുടരുക. നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണും അല്ലേ തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റി. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊക്കെ കടലോര മേഖലകളിൽ വസിക്കുന്ന നമുക്ക് അയഡൈസ്ഡ് ഉപ്പിൻ്റെ ആവശ്യമുണ്ടോ? അയഡിൻ കൂടിയാലും നമുക്ക് പ്രശ്നമല്ലേ? ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, പല ഫാമിലികളിലും കല്ലുപ്പ് ഉപയോഗിക്കുന്നവരിൽ ഈ ഹൈപ്പോ തൈറോയിഡിസം വരുന്ന ടെൻഡൻസി കുറവാണ്. നമ്മൾ ഈ അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുമ്പോഴാണ് ഇതൊക്കെ ഈ തൈറോയിഡിൻ്റെ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരുന്നത്. കഴിയുന്നതും കല്ലുപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഈ മത്സ്യത്തിൽ കൂടെയൊക്കെ ഇഷ്ടംപോലെ അയഡിൻ കിട്ടുന്നുണ്ട്. ഇനി മലയോരങ്ങളിൽ താമസിക്കുന്നവർ, അവിടെ ഫിഷസൊക്കെ കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അവർ അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കട്ടെ. എല്ലാവരും അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കമ്പൽസറിയാക്കി മാറ്റേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ അയഡിൻ കൂടിയാലും അത് പ്രശ്നമായി തീരും. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ തൈറോയ്ഡ് വളർന്ന് ഇവിടെ ഇങ്ങനെ വീങ്ങി വരിക. അതിനെയാണ് ഗോയിറ്റർ എന്ന് നമ്മൾ പറയുന്നത്. തൈറോയിഡിൻ്റെ വളർച്ച അത് വലുതാകുന്നതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അതിതുപോലെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഗോയിറ്റർ ഉണ്ടാവാം, എൻഡമിക് ഗോയിറ്റർ. അവിടെ ചിലപ്പോൾ ഒത്തിരി പേർക്കുണ്ടാവാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ ട്യൂമറുകൾ, മാസുകൾ, മുഴകളുണ്ടായിട്ടും ഗോയിറ്റർ ഉണ്ടാവാം. ഏകദേശം രൂപം കിട്ടി എന്ന് കരുതുന്നു. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ട്, ക്ഷീണമുണ്ട്, അതുപോലെ നെഞ്ചിടിപ്പ് കൂടുതലോ കുറവോ ആണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു തൈറോയ്ഡ് ടെസ്റ്റ് കൂടെ, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്, അതായത് തൈറോയിഡിൻ്റെ ഫങ്ഷൻ കുറയുമ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിൽ TSH കൂടുതലായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവല് നോർമലായിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഏത് മേഖലയിലുള്ളതാണെങ്കിലും വേണ്ട ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ.